ജനിമോളായിരുന്നോ? മോള് വാ. ലാസറേട്ടൻ പേടിച്ചോ? പേടിച്ചൊന്നുമില്ല. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ പറയണോ, ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ വരുന്ന വഴി ഡൽഹിയിലെ ഹോസ്പിറ്റലൊന്ന് കയറി തല കാണിച്ചു. നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്തേ പറ്റൂ. ലീവ് തീരാറായി ലാസറേട്ടാ. മോള് പോയിട്ടിപ്പോ 2 മാസത്തോളം ആയില്ലേ? അതെ, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാട്ടോ. പപ്പ എവിടെ? പപ്പാ? ലാസറേട്ടാ, പപ്പ ഇവിടെ ഇല്ലേ? അതോ ആള് എസ്റ്റേറ്റിലാണോ? അത് മോളെ. എന്താ ലാസറേട്ടൻ ഒന്നും മിണ്ടാത്തേ? എന്തു പറ്റി ലാസറേട്ടൻ? പപ്പ, പപ്പ, ലാസറേട്ടാ, എന്താ എന്റെ പപ്പയ്ക്ക് പറ്റിയത്? കഴിഞ്ഞ മാസം ചുരത്തിൽ വെച്ചൊരു ആക്സിഡന്റ്. ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും. എന്നിട്ട് എന്താ എന്നെ അറിയിക്കാഞ്ഞേ? മോളെ അറിയിക്കാൻ എല്ലാ വഴിക്കും ഞങ്ങൾ ശ്രമിച്ചു. മോളെ പിന്നെ ഒരു പോക്ക് പോയാൽ വേറെ ഒരു വിവരമില്ലല്ലോ. എന്റെ പപ്പ. ജനിക്കുഞ്ഞേ, ജനിക്കുഞ്ഞേ. ജനിക്കുഞ്ഞേ. മോൾ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ചായ കുടിക്കും. അവിടെ വെച്ചേക്ക്, കുടിച്ചോളാം. Thank you so much, Papa. പപ്പ, ഞാൻ പോയി വരാം. മോൾക്ക് യാത്ര ഒഴിവാക്കിക്കൂടെ? നോ പപ്പ, ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തു പോയി. ഇനി ഒഴിവാക്കാൻ പറ്റില്ല. എന്നാ മോള് പോയിട്ട് വാ. പിന്നെ മോള് പോയിട്ട് വരുമ്പോഴേക്കും പപ്പ ഒരു സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ടാവും. പോയിട്ട് വാ. എനിക്കറിയാം, കുറച്ചു നാളായി പപ്പ എന്നോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. എന്തായാലും പറയ് പപ്പ. പുതിയ എസ്റ്റേറ്റ് വാങ്ങിയിട്ട് മോള് വന്നിട്ടില്ലല്ലോ അങ്ങോട്ട്? ഇല്ല. വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ, നമുക്ക് ഒരുമിച്ച് പോകാം. ഓക്കെ, മിസ് യു പപ്പ. ലാസറേട്ടാ, ഇത് വെച്ചേക്കു. മോളെ, ഈ പ്രാവശ്യം ഇതൊന്ന് കൊണ്ടുപോകും. ഞാൻ ഈ വിളിക്കുന്നവരോടൊക്കെ മറുപടി പറഞ്ഞു മടുത്തു. ലാസറേട്ടൻ, ഇതങ്ങ് ഓഫാക്കി വെച്ചേക്കും. ഓക്കെ, ബൈ.
പ്രിയപ്പെട്ട ജനിമോൾക്ക്, എന്നെങ്കിലും ഒരിക്കൽ മോളെല്ലാം അറിയണമെന്ന തോന്നലാവാം പപ്പയെ കൊണ്ട് ഈ ഡയറി എഴുതിപ്പിക്കുന്നത്. പപ്പയ്ക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടി വന്നിട്ടുണ്ട്. മോളുടെ അമ്മ മരിച്ചതിന് ശേഷം പപ്പ മറ്റൊരു കുടുംബജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ലാസറേട്ടാ, എന്താ കുഞ്ഞെ? ഞാൻ ഒരിടം വരെ പോവുകയാണേ. വീണ്ടും യാത്ര പോവാണോ? അല്ല ചേട്ടാ, 2 ദിവസം കൊണ്ട് ഞാനിങ്ങെത്തും. ആ ശരി. ചേട്ടാ, ഒരു കട്ടൻ. ചേട്ടാ, ഈ പെരിഞ്ചീരി മലയ്ക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? മലയിലേക്കാണോ? ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്. ആനയും കടുവൊക്കെ ഇറങ്ങുന്ന സ്ഥലമാ, സൂക്ഷിച്ചു പോണം. ഓക്കേ. ഏയ് ചേട്ടാ, ഒന്ന് വന്നേ, ഒരു മിനിറ്റ്. അതെ, ഈ ബംഗ്ലാവ് എവിടെയാണെന്ന് അറിയോ? ഈ ബംഗ്ലാവ് ആ മലല്ലേ, അതിന്റെ അപ്പുറത്താ. ഓ, താങ്ക്സ് ചേട്ടാ. ഞാനില്ല കളിക്കാൻ, നിങ്ങൾ കളിച്ചാൽ മതി. ഞാനോ? ഇതെന്റെ പപ്പയാ. നിങ്ങളാരാ?
ഞാൻ ഈ നാട്ടിലുണ്ടായിരുന്ന ജോൺ മാർക്കശ്ശേരിയുടെ മകളാണ്. എനിക്ക് ഫാദറിനെ ഒന്ന് കാണണമായിരുന്നു. ഞാൻ പറയാം, നിങ്ങൾ ഇരുന്നോളൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഡോക്ടർ ജെനി ജോൺ മാർക്കശ്ശേരി അല്ലേ? അതെ ഫാദർ. വരൂ. ജെനിവ, മോളുടെ പപ്പ മോളെക്കുറിച്ച് എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ജോണിന്റെ മരണം കുറച്ച് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഞാനൊരു യാത്രയിലായിരുന്നു ഫാദർ. ഇന്നലെയാണ് തിരിച്ചെത്തിയത്. അപ്പോഴേക്കും എൻ്റെ പപ്പ. ഇത്തവണത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. പപ്പയ്ക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. എന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെച്ചിരുന്നു. ഫാദറിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും? ജോണിന് മോൾക്കറിയാത്ത ഒരുപാട് ബന്ധങ്ങൾ ഈ നാടുമായിട്ടുണ്ടായിരുന്നു. 5 വർഷം മുമ്പാ ജോൺ ഇവിടെ വന്ന് പൂട്ടിക്കിടന്ന ഈ ബംഗ്ലാവും ഫാക്ടറിയൊക്കെ വാങ്ങിയത്. അതിലൂടെ ഒരുപാട് നാട്ടുകാർക്ക് ജോലി നൽകാനും പറ്റി. നാട്ടുകാരുടെ ഇടയിൽ ജോൺ വളരെ പോപ്പുലറായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബംഗ്ലാവിലെ ജോലിക്കാരിയായ മേരിയെ കല്യാണം കഴിക്കുകയും അതിലവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. ഒരു പക്ഷേ ഇതൊക്കെയായിരിക്കും പറയാനുണ്ടായിരുന്നു. എന്നിട്ട് അവരും മോളും? മേരി വല്ലാതെ അപ്സെറ്റായിരുന്നു ജോണിന്റെ മരണത്തിന് ശേഷം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മേരി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. അപ്പൊ മോളോ? മോളിവിടെയുണ്ട്, ചർച്ചിന്റെ കീഴിലുള്ള ഓർഫനേജിൽ. അപ്പോ എന്റെ കൂടെ വന്ന ആ പൊട്ടനോ? ആ, ആൽബർട്ട്. ജോണിന്റെ മരണത്തിന് ശേഷം ഈ ബംഗ്ലാവും പരിസരങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്ന ആൽബർട്ടാ. എനിക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ ഫാദർ? പിന്നെന്താ മോളെ? ആ, നോക്ക്. ആഹാ, മോൾക്ക് എങ്ങനെ അറിയാം ചേച്ചി? എനിക്കറിയാലോ എന്റെ ചേച്ചിയാണെന്ന്. മോൾ അതിന്റെ ചേച്ചിയെ കണ്ടിട്ടുണ്ടോ? പപ്പ എപ്പോഴും കാണിച്ചു തരാറുണ്ട് ചേച്ചിന്റെ ഫോട്ടോ.
ദാ മോള് വന്നല്ലോ. എല്ലാവർക്കും കൊടുത്തോ മുട്ടായൊക്കെ? മൊത്തം കാലിയായല്ലോ. അപ്പൊ ഫാദറിനില്ലേ? മെറിൻ, ഇത് ഫാദറിന് ആ. കൊടുക്കൂ. ഉണ്ടല്ലോ. ആ. 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 ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞില്ലേ ഫാദർ? അപ്പൊ ഇവളെ എനിക്ക് കൊണ്ടുപോവാലോ? ഷോ. എന്നാ പോവാ. ബൈ. മലമുകളിലെ എസ്റ്റേറ്റ് വാങ്ങിയതിനു ശേഷം പപ്പയ്ക്ക് അവിടെ മറ്റൊരു കുടുംബം ഉണ്ടാവുകയായിരുന്നു. അതാണ് മേരിയും മെറിനും. പക്ഷെ ഇതെല്ലാം ഇനി നേരിൽ പറയാൻ അവസരം കിട്ടുമെന്ന് ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ സംഭവം എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഇച്ചായ, ഇച്ചായ, എന്താ? ഒന്നിങ്ങോട്ട് വന്നേ. ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്ത് കാര്യം? ഞാൻ കാണിച്ചു തരാം. കുറെ ദിവസമായി ഞാനിത് കാണുന്നു. ഇവളുടെ ഒരു കാര്യം. ഒന്ന് എന്താ? വേഗം വാ. ആ. ദേ, കണ്ടോ? ഞാനും നോക്കിയിട്ട് വന്നാലോ? വേണ്ട, നമുക്ക് രാവിലെ ചോദിക്കാം. എന്താ ജോണേ, എന്താ കാണണമെന്ന് പറഞ്ഞ? ഇത്രയും നാളും ഫാദറിനോടൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഫാദർ ഇപ്പോൾ സെമിത്തേരിയുടെ മറവി കാട്ടിക്കൂട്ടുന്നതൊക്കെ ഒരിക്കലും പുറത്തു തരാൻ കഴിയുന്നതല്ല. അപ്പോൾ ജോൺ എല്ലാം കണ്ടു. ഇനിയൊരു മുഖവരുടെ ആവശ്യമില്ലല്ലോ. ജോണേ, താനൊന്നും കണ്ടിട്ടുമില്ല, ഒന്നും കേട്ടിട്ടുമില്ല. അതല്ലേ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഭീഷണിയാണോ? അത് തനിക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഈ ഫാദർ റൊസാരിയോയുടെ ഒരു മുഖം മാത്രമേ ജോൺ കണ്ടിട്ടുള്ളൂ. റൊസാരിയോന് ഒരു മുഖം കൂടിയുണ്ട്. ജോൺ എൻ്റെ നല്ല സുഹൃത്താണ്. എന്നെ ശത്രുവാക്കണോ? മേരി, ആ, ഇപ്പം ഞാൻ മലയിറങ്ങാണ്. തിരിച്ചു വരുമ്പോൾ ഫാദറിന് കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടേ ഞാൻ വരൂ. അത് മറക്കണ്ട. അവൻ നാട്ടിലേക്ക് പോയിരിക്കുക. തിരിച്ച് മല കയറരുത്. നമ്മുടെ ബംഗ്ലാവിനടുത്തുള്ള പള്ളി സെമിത്തേരിയിൽ ആ രണ്ടു ചെകുത്താന്മാർ പണത്തിന് വേണ്ടി അടക്കിയ പല ശവങ്ങൾക്കും ഞാൻ മറുപടി പറയിക്കും. ഇതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനു പിന്നിൽ അവർ മാത്രമായിരിക്കും ഉത്തരവാദികൾ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മേരിയും മെറിനും നിന്റെ കൈകളിൽ സുരക്ഷിതരായിരിക്കുമെന്ന് പപ്പയ്ക്ക് ഉറപ്പുണ്ട്.
ഇത്രയും നാൾ മോളോട് ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചതിന് മോള് പപ്പയോട് ക്ഷമിക്കുക.